ജപമാല രക്ഷപ്പെടുത്തിയ വെടിവയ്പ്. കേരളത്തിൽ ഈ കശുവണ്ടി എന്ന് പറയുന്ന സംഭവം ഏറ്റവും കൂടുതലുള്ളത് കണ്ണൂരാണ്. പോർച്ചുഗീസുകാർ വടക്കേ അമേരിക്ക ചെന്നപ്പം അവിടുന്ന് 3 സാധനം അവർ ലോകത്തിലേക്ക് കൊണ്ടുവന്നു. ഒന്ന് ടുബാക്കോ, പുകയില എന്ന സാധനം അമേരിക്ക റെഡ് ഇന്ത്യക്കാർക്ക് മാത്രമായിരുന്നു. ഇന്ത്യയിൽ വന്നപ്പം അത് ബീഡിയാക്കി ഇവിടെയുള്ള ഇലയ്ക്കകത്ത് കെട്ടിയിട്ട് വലിക്കാൻ തുടങ്ങി. അപ്പോൾ ലോകം ഈ ടുബാക്കോ വരുന്നത് ഉത്തര അമേരിക്കയിൽ നിന്നാണ്. അങ്ങനെ ഈ ചോക്ലേറ്റ് അവിടെ നിന്ന് അവരെടുത്തുകൊണ്ട് വന്നിട്ട് ലോകം മുഴുവൻ കൊണ്ടുവന്നു. അവാക്കാഡോ, ചോക്ലേറ്റ് ഇതൊക്കെ അവിടെ നിന്ന് വരുന്നതാണ്. 3ാമത് അവർക്ക് അവിടെ നിന്ന് കിട്ടിയ സാധനമാണ് ഈ കാഷ്യൂ നട്ട് എന്നൊരു സാധനം. അപ്പോൾ ഇവിടുന്ന് കുരുമുളക് യൂറോപ്പിലോട്ട് പോകും, അവിടുത്തെ പാചകത്തിനത് സഹായിക്കും. കറി ഏന്തി പോയിടും കപ്പലുകൾ പൊന്നേന്തി തിരികെ വരും. ഇവിടുന്ന് കുരുമുളക് അങ്ങോട്ടയക്കും, തിരിച്ച് സ്വർണം തിരിച്ചു വരും. കൊച്ചി രാജാക്കന്മാർ ഇവിടെ ഒരു അഴിയുണ്ടാക്കി. അതാണ് ഇളം കളം ഊർ, ചെറിയ തുറമുഖം. അത് മലയാളത്തിലാക്കിയപ്പോൾ കൊച്ചഴി, അത് കൊച്ചി എന്നായി, ഇപ്പോൾ കൊച്ചിയായി. അപ്പോൾ ശരിക്കുള്ള ഇളക്കല ഊർ നമ്മുടെ കലൂർ സ്റ്റേഡിയമാണ്. കല്ലൂർ ജവഹർലാൽ സ്റ്റേഡിയമാണ് അന്നത്തെ കൊച്ചി തുറമുഖം. കുരുമുളക് ഇവിടെ നിന്ന് കടത്താൻ പറ്റിയാൽ ഇത്രയും സ്വർണം ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. അപ്പം ഇതെങ്ങനെ എൻ്റെ രഹസ്യം കണ്ടെത്തും? അപ്പം വാസ്കോ ഡി ഗാമ നേരെ കേരളത്തിന്റെ മുൻ DGP ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് IPS സാറിന്റെ ദൈവത്തിന്റെ കളിപ്പാവ, അദ്ദേഹത്തിന്റെ പുസ്തകം കഴിഞ്ഞ ദിവസം മലയാള മനോരമ വായനക്കാരിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അതാണ് എൻ്റെ കയ്യിലുള്ളത്. എനിക്കിത് ഇന്ന് സമ്മാനിച്ചത് ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് IPS സാറാണ്. സാർ നമസ്കാരം. പുസ്തകം ചുരുങ്ങിയ സമയം കൊണ്ട് വലിയ ആവശ്യക്കാരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട്. എല്ലാവിധ ആശംസകളും നേരുകയാണ്. പുസ്തകത്തെക്കുറിച്ച് 2 വാക്ക് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. അതെ, അപ്പം ഞാൻ പല മീറ്റിങ്ങിനും പോകും. എല്ലാവരും എന്നോട് പറയും സാറിന് ആത്മകഥ എഴുതാം എന്ന് പറയും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ സഫാരി ചാനൽ എന്നെ അവരുടെ പ്രോഗ്രാമിൽ വിളിക്കുന്നത്. ചരിത്രം എന്നിലൂടെ എന്ന് പറഞ്ഞ സീരീസാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ മുഖ്യമന്ത്രി മന്ത്രിമാരൊക്കെ വരുന്നതിനകത്ത് എന്നെ വിളിച്ചിട്ടൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അല്ല, ഹോർമി സരൻ സാർ ഒരെണ്ണം തന്നിരുന്നു, ജേക്കബ് പൊന്നു സാർ ഒരെണ്ണം തന്നിരുന്നു, സാറോടെ വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അവരൊക്കെ പോലീസിൻ്റെ DGPമാരായിരുന്നു, ഞാൻ ലോ ആൻഡ് ഓർഡർ അധികം ഇരുന്നിട്ടില്ല. അപ്പോൾ അവിടെ നിർബന്ധം കാരണം ഞാൻ പോയി. അപ്പോൾ അങ്ങനെ 48 എപ്പിസോഡ്, അരമണിക്കൂറുള്ള 48 എപ്പിസോഡിലായിട്ട് കഥ പറഞ്ഞു. അപ്പം അതൊരു 40 ലക്ഷം പേര് കണ്ടു. കണ്ടോടുകൂടി ഞാൻ ആത്മകഥ എഴുതണം എന്ന് പറഞ്ഞ് നിർബന്ധമായി. അങ്ങനെ ഇരിക്കുമ്പം ആത്മകഥ എഴുതി തുടങ്ങുമ്പം ഞാൻ പല ഉദ്യോഗസ്ഥന്മാരും ഞാൻ എൻ്റെ കഴിവുകൊണ്ട് അത് നേടി ഇത് നേടി എന്നൊക്കെ പറയും. എനിക്കങ്ങനെ ക്ലെയിമൊന്നുമില്ല. അപ്പോൾ ഞാനതിന് തലക്കെട്ട് എഴുതി ദൈവത്തിൻ്റെ കളിപ്പാവ. അപ്പോൾ ഞാൻ ഒറിജിനൽ എഴുതി കൊടുത്തത് ദൈവം കൈവിരലുകൾ അമ്മാനമാടി ഒരു കളിപ്പാവ എന്നാണ്. നമ്മളൊരു ഡോൾ മാത്രമാണ്, ഈശ്വരൻ ഇങ്ങനെ കളിക്കുന്നു. മനോരമ എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ കളിപ്പാവെന്ന് മാത്രമാക്കി. മനോരമ പറഞ്ഞത് ദൈവത്തിൻ്റെ കളിപ്പാവെന്ന് പറഞ്ഞാൽ ദൈവം കയ്യിലുള്ള അമ്മാനമാടി കളിപ്പാവെന്ന് എല്ലാവർക്കും മനസ്സിലാവും, അത്ര നീട്ടിയൊന്നും തലക്കെട്ട് വേണ്ടാന്ന് പറഞ്ഞു. ഞാനാണ് ദൈവത്തിൻ്റെ കളിപ്പാവ എന്ന ആത്മകഥ എഴുതി. അപ്പോൾ എൻ്റെ കഴിവുകൊണ്ടല്ല, ഈശ്വരൻ എന്നെ ഓരോ സ്ഥലത്ത് പോസ്റ്റ് ചെയ്യുന്നു. ആ പോസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് നമ്മളോട് ചില കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ സാധാരണ പോലീസ് ഉദ്യോഗസ്ഥർ CRPC എവിഡൻസ് ആക്ട് വെച്ചിട്ട് അങ്ങോട്ട് നീങ്ങും. പോലീസ് ചില ഒരു പർട്ടിക്കുലർ വേയിലേ അവർ ആക്ട് ചെയ്യത്തുള്ളൂ. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു ടിപ്പിക്കൽ പോലീസ് ഓഫീസറെ പോലെ അല്ല പെരുമാറിയിട്ടുള്ളത്. പല സിറ്റുവേഷനിലും എൻ്റെ ഈശ്വരവിശ്വാസവും എൻ്റെ പ്രാർത്ഥനയും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ പോലീസ് സർവീസിൽ ജോലി ചെയ്യുന്നത്. അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന് വേണ്ടാത്ത രീതിയിൽ നമ്മൾ പെരുമാറുകയാണ്. അപ്പോൾ അത് വേറൊരു പോലീസ് ഉദ്യോഗസ്ഥൻ കണ്ടാൽ പറയും ഇങ്ങനെ അല്ലല്ലോ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ബിഹേവ് ചെയ്യേണ്ടതെന്ന് പറയും. അപ്പോൾ എനിക്കൊരു കോൾ വന്നത് ഒരു ടെമ്പിളിൻ്റെ സൈഡിൽ ബോംബ് വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ സംഭവം. പന്നി CPM RSS ക്ലാഷുള്ള സമയമാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് സ്ഥലത്ത് ചെന്നു, തപ്പിയിട്ടൊന്നും കിട്ടിയില്ല. അപ്പോൾ ആരോ ഒരാളൊന്നും പറഞ്ഞു സാറേ ഇല്ല, ഗുഹ കോലിരിക്കുന്ന അതിനകത്താണെന്ന് തോന്നുന്നു പറഞ്ഞു. അപ്പം ഞാനത് സെർച്ച് ചെയ്ത് അകത്ത് ചെന്നപ്പോൾ അതിനകത്ത് മുഴുവൻ മദ്യമാണ്, ചാരായമാണ്. അപ്പോൾ അതിൻ്റെ ഉടമസ്ഥനായ ആളിനെ ഞങ്ങൾ പിടിച്ചു അറസ്റ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പം അങ്ങനെ എന്നോട് സാറേ എന്നെ ബുധനാഴ്ച വരെ അറസ്റ്റ് ചെയ്തത്. എന്നുവെച്ചാൽ അതെന്താ?
അല്ല, എൻ്റെ മകൻ സംസ്ഥാന ഗവൺമെൻറ്റിലേക്ക് ഒരു സർവീസിന് പരീക്ഷ എഴുതുക. എനിക്ക് സാർ എന്നെ തന്നെ അറസ്റ്റ് ചെയ്താൽ അവൻ എന്നെ രക്ഷപ്പെടുത്താനായിട്ട് വരും. ഞാൻ ഈ ബിസിനസ് ചെയ്താണ് അവനെ പഠിപ്പിച്ചിരിക്കുന്നത്, അവൻ അറിഞ്ഞൂടാ. അപ്പം ഇതിന് സാറിന് എന്നെ അറസ്റ്റ് കഴിഞ്ഞാൽ ഞാൻ ഈ തെറ്റ് ചെയ്യുന്ന ഒരാളാണെന്ന് എൻ്റെ മകൻ മനസ്സിലാക്കും. പിന്നെ അവൻ എന്നെ ജാമ്യത്തിലിറക്കാൻ വേണ്ടി വരും. നാളെ തിങ്കളാഴ്ച അവൻ പരീക്ഷ എഴുതില്ല. അപ്പോൾ ഞാൻ എസ് ഐയോട് പറഞ്ഞു, ബുധനാഴ്ച ഇയാൾ പോലീസ് സ്റ്റേഷനിൽ വരാനായിട്ട് പറയണം, നമ്മളിവനെ അറസ്റ്റ് ചെയ്യുന്നില്ല. പോലീസ് അറസ്റ്റ് അനുസരിച്ച് ആൾ ഓടി രക്ഷപ്പെട്ടു എന്ന് കേസ് ഡയറി എഴുതുമ്പോൾ എസ് ഐ പറഞ്ഞു, സാറേ ഇങ്ങനൊന്നും മണ്ടത്തരം കാണിക്കരുത്. ഏതെങ്കിലും ക്രിമിനൽ അങ്ങോട്ട് ബുധനാഴ്ച അവൻ വരുമോ? അവൻ മുങ്ങും. അവൻ കോടതി പോയി മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിക്കുന്നു. ഞാൻ പറഞ്ഞു, ഇയാളൊരു പ്രൊഫഷണൽ കുറ്റവാളിയെന്ന് എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ട് നമുക്ക് വിടാമെന്ന്. അപ്പോൾ ഞങ്ങൾ കേസ് ഡയറി എഴുതി, പ്രതിയോട് രക്ഷപ്പെട്ടു, പ്രതി ഇന്നാരാണെന്ന് മനസ്സിലാക്കുന്നു, അറസ്റ്റ് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാനിഞ്ഞ് പോന്നു. അപ്പോൾ എസ് ഐ പറഞ്ഞു, ഇയാൾ ഒരിക്കലും വരത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ ബുധനാഴ്ച രാവിലെ ഇയാൾ പോലീസ് സ്റ്റേഷനിൽ വന്നു. സാറേ ഞാൻ വന്നിരിക്കുകയാണ്, സറണ്ടർ ചെയ്യാൻ വന്നിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, മോൻ പരീക്ഷ എഴുതിയോ? പരീക്ഷ എഴുതി. പിന്നെ കേസ് മുമ്പോട്ട് പോയി. അയാൾക്ക് ചെറിയ ശിക്ഷ കിട്ടി, പക്ഷെ മേജർ ശിക്ഷയൊന്നുമല്ല കിട്ടിയത്. 14 വർഷങ്ങൾക്ക് ശേഷം ഞാൻ കാസർഗോഡ് പോയി ഒരു ഫംഗ്ഷന് ചീഫ് ഗസ്റ്റായിട്ട് പോവാണ്. അവിടെ ചെന്നപ്പോൾ ഒരു പയ്യൻ ചിരിച്ചോണ്ട് എൻ്റെ അടുത്ത് വന്നു. അവിടുത്തെ ഡെപ്യൂട്ടി കളക്ടറാണ്. സാറിന് എന്നെ അറിഞ്ഞൂടാ, പക്ഷെ ഒരു സംഭവം പറഞ്ഞ സാറിന് മനസ്സിലാവും. ഞാൻ വെച്ചാൽ എന്തോ കാര്യം? അല്ല, എൻ്റെ അച്ഛനെ സാർ ഒരു കേസിൽ അറസ്റ്റ് ചെയ്യാനായിട്ട് വന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു ബുധനാഴ്ച വരാമെന്ന് പറഞ്ഞു, മകനൊരു പരീക്ഷ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ഓർമ്മയുണ്ടെന്ന് പറഞ്ഞു. അത് ഞാനായിരുന്നു. ഓ, ഡെപ്യൂട്ടി കളക്ടർ. ഞാൻ ആ പരീക്ഷയ്ക്ക് പോയി എഴുതി. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് അച്ഛൻ ഇനി ഈ പരിപാടി ചെയ്തിട്ടാണ് എന്നെ പഠിപ്പിച്ചതെന്ന് എനിക്ക് മനസ്സിലായത്. ഞാൻ അച്ഛനോട് പറഞ്ഞു ചെയ്യരുത് എന്ന് പറഞ്ഞു. പക്ഷേ ഒരു 3-4 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് സെലക്ഷൻ കിട്ടി. ഞാനിപ്പോൾ പ്രൊമോഷൻ കിട്ടി, ഡെപ്യൂട്ടി കളക്ടറായിരിക്കുകയാണ്. അച്ഛൻ മരിച്ചുപോയി. അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു, സാറിനെ കണ്ട് നന്ദി രേഖപ്പെടുത്തണം എപ്പോഴെങ്കിലും എന്ന് പറഞ്ഞു. ഇപ്പോഴാണ് സാറേ സമയം കിട്ടിയത്. സാർ അന്ന് നിയമപ്രകാരം അല്ല ചെയ്തത്. ഞാനിപ്പോൾ നിയമം നടപ്പാക്കുന്ന ഡെപ്യൂട്ടി കളക്ടറാണ്. സാറിപ്പോൾ DGP ആയി. പക്ഷേ നിയമം അനുസരിച്ചിട്ടല്ല സാറന്ന് ചെയ്തത്. പക്ഷേ എങ്കിലും ഒരു കുട്ടിയുടെ ഭാവിയാണെന്ന് കണ്ടപ്പോൾ സാർ ആ നിയമത്തിലേക്ക് ചെയ്തത് എന്ന് പറഞ്ഞാൽ അവൻ എന്നോട് നന്ദി പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ ടിപ്പിക്കൽ പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് ബിഹേവ് ചെയ്യാം. അദ്ദേഹം ഇന്നും എവിടെയെങ്കിലും കളക്ടറായിട്ട് ഇപ്പോൾ റിട്ടയർ ചെയ്തിട്ടുണ്ടാവും ചിലപ്പോൾ. പക്ഷേ ടിപ്പിക്കൽ അല്ലാത്തൊരു കാര്യം കൂടി ചെയ്യുന്നു. ഒരു കുട്ടി രക്ഷപ്പെടുകയാണ്. അപ്പോൾ ഇത് ചെയ്തത് തെറ്റാണോ ശരിയാണെന്ന് ഇതല്ല. യു ആർ നോട്ട് സപ്പോസ് ടു ബിഹേവ് ലൈക്ക് ദാറ്റ്. നിയമമല്ലാത്തൊരു സംഭവമാണ്. അപ്പോൾ ഞാൻ നമ്മുടെ തലശ്ശേരിയിൽ കൂത്തുപറമ്പിൽ ഇങ്ങനെ വർക്ക് ചെയ്യുകയാണ്. റോഡ് സൈഡിലൊരു ഭിക്ഷക്കാരൻ ഇങ്ങനെ ഒരു കടത്തന്നെ കിടക്കുന്നു. അപ്പോൾ രാത്രി ഈ കടത്തന്നെ കിടക്കുന്ന ഒരു സാധാരണ കള്ളന്മാരാണ്. അവർ രാത്രിയിൽ എവിടെയെങ്കിലും പോയി ഒരു വീട് കണ്ടു വെച്ചേക്കും, അവിടെ കയറി മോഷ്ടിക്കും, അല്ലെങ്കിൽ കടകളിൽ കയറി മോഷ്ടിക്കും. അപ്പോൾ മോഷ്ടിക്കാനുള്ള കടയുടെ അടുത്തായിരിക്കും കിടക്കുന്നത്. കടയെല്ലാം അടച്ചെല്ലാവരും പോയെന്ന് ഉറപ്പാകുമ്പോൾ അവിടെ കയറും. ഞാൻ പോലീസുകാരൻ വന്ന് നീ ഒന്ന് പോയി നോക്കാം, ആരാന്ന് നോക്കാൻ പറഞ്ഞു. പോലീസുകാരൻ അവിടെ ചെന്നു. നിങ്ങൾ ആരാണ്? പറയാൻ മനസ്സില്ല. അപ്പോൾ ഞങ്ങൾ പോലീസാണ്. പോലീസൊക്കെ ശരിയായിരിക്കും, ഞങ്ങൾ എല്ലാവരുടെയും പേരും നിങ്ങൾക്ക് അവകാശമില്ലെന്ന്. അപ്പോൾ ഈ പോലീസുകാരൻ കയറി അവൻ്റെ കുടയ്ക്ക് പിടിച്ചപ്പോൾ അയാൾ കുട അങ്ങോട്ട് പിടിച്ചു. ചുരുക്കം പറഞ്ഞാൽ വാക്കുതർക്കം അടിയിൽ കലാശിക്കുന്നതിന് സംശയമായി. ഞാൻ കോൺസ്റ്റബിളിനെ വിളിച്ചിട്ട് പറഞ്ഞു, വണ്ടിക്കകത്ത് ASP അലക്സാണ്ടറൊക്കെ പോയിരിക്കുന്നത്, ഇവിടെ വരാനായിട്ട് അയാളോട് പറയാൻ പറഞ്ഞു. അയാൾ പോയി വിളിച്ച് ഇയാൾ വന്ന് എൻ്റെ അടുത്ത് വന്നു. ഞാൻ പറഞ്ഞു നിങ്ങൾ ആരാണ്? അത് എനിക്ക് പറയാൻ ഓക്കെ അല്ല. അങ്ങനെ പറ്റത്തില്ല. പോലീസ് ഒരാളുടെ ഐഡൻറ്റിറ്റി ചോദിച്ചാൽ അങ്ങ് പറഞ്ഞേ പറ്റൂ, ഇല്ലെങ്കിൽ ഞങ്ങൾ അങ്ങേ അറസ്റ്റ് ചെയ്യും. ഞാൻ അറസ്റ്റ് ചെയ്തോ? ഞാൻ ഇയാളെയും ബാഗും എല്ലാം കൂടെ കൂട്ടി നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട് അവിടുത്തെ പോലീസുകാരോട് പറഞ്ഞു, രാത്രി 11 മണി കഴിഞ്ഞു, ഇയാളെ ലോക്കപ്പിൽ നിന്ന് ഇടരുത്, ഇയാളിവിടെ ഇരിക്കും. ഇയാളെ പേരും അഡ്രസ്സും പറയുന്നില്ല, കണ്ടിട്ടൊരു മാനാണെന്ന് തോന്നുന്നു. അപ്പോൾ ലോക്കപ്പിൽ നിന്ന് ഇട്ടുകളരുത്, ഇയാൾ അടിക്കുകയൊന്നും ചെയ്തുകളരുത്, ഞാൻ നേരം വെളുത്ത് വന്നിട്ട് ഇയാളെ കണ്ടോളാമെന്നു. പിന്നെ ഇങ്ങനെ ആഹാരം വല്ലതും വേണമെങ്കിൽ വാങ്ങിച്ച് കൊടുത്തേക്കണം, കുടിക്കാൻ വെള്ളമൊക്കെ കൊടുത്തേക്കണമെന്നു. എന്നിട്ട് ഗാർഡിന് നേരെ ഫ്രണ്ടിലെ ബെഞ്ചിൽ ഇയാളെ ഇരുത്തി. ഞാൻ പോയി പിറ്റേ ദിവസം ഞായറാഴ്ച ഞാൻ കുർബാനയെ കണ്ടിട്ട്
അപ്പോൾ ഓർത്ത് ഇദ്ദേഹത്തെ പിടിച്ചിട്ട് ഞാൻ തിരിച്ച് പോലീസ് സ്റ്റേഷനിൽ വന്നു. ഞാൻ ചോദിച്ചു, നിങ്ങൾ ആരാണ്, എന്താ നിങ്ങളുടെ പ്രൊഫഷൻ? ഞാൻ ഒരു പള്ളിയിലെ അച്ഛനാണ്. ഓ, ഞാൻ പള്ളിയിലെ അച്ഛൻ അങ്ങനെ വരാൻ നിലനിന്നും കിടക്കത്തില്ലല്ലോ. അപ്പോൾ നിങ്ങൾ പള്ളിയിലെ അച്ഛനാണെങ്കിൽ അതിന് തെളിവെന്തുവാ? എൻ്റെ ബാഗിനകത്ത് വേദപുസ്തകമുണ്ട്. ബാഗിനകത്ത് വേദപുസ്തകമുള്ളവരെല്ലാം അച്ഛന്മാരല്ല. ഞാൻ ചോദിച്ചു, കത്തോലിക്ക സഭയ്ക്ക് എത്ര സുന്നതദിവസങ്ങളുണ്ട്, സാർവത്രിക സുന്നതദിവസം? അയാൾ പറഞ്ഞ് 22. വേദപുസ്തകം എത്ര പുസ്തകമുണ്ട്? അയാൾ പറഞ്ഞ് 73. 3 പുസ്തകങ്ങൾ സിനോപ്റ്റിക് ഗോസ്പൽസാണ്. സിനോപ്റ്റിക് അല്ലാത്തൊരു ഗോസ്പലുണ്ട്, അതേതാ? യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം. പറയാണ്. ആ, ഞാൻ ചോദിക്കുന്ന വേദപുസ്തകമായ ചോദ്യങ്ങൾക്കെല്ലാം ഇദ്ദേഹം കറക്റ്റ് ഉത്തരം പറയുന്നു. യേശയ്യാപ്രവാചകൻ ജീവിച്ചിരുന്ന രാജാവിൻ്റെ പേരെന്താണ്? അദ്ദേഹം അപ്പോഴേ രാജാവിൻ്റെ പേര് പറഞ്ഞു. അപ്പം എനിക്ക് സംശയമില്ല, അച്ഛൻ തന്നെ ആണോ? ഞാൻ പറഞ്ഞു, എന്നാൽ ശരി, വള്ളീനോട്ട് കയറാൻ പറഞ്ഞു. ഞാൻ വണ്ടിയെ കയറ്റി നേരെ കൂത്തുപറമ്പിലെ കോളേജിൽ പോയി. കോളേജിൽ നിന്ന് പ്രിൻസിപ്പലിനോട് കൊട്ടി വിളിച്ചു. പ്രിൻസിപ്പൽ അച്ഛൻ ഇറങ്ങി വന്നു. ഞാൻ പറഞ്ഞു, ഇദ്ദേഹം അച്ഛനാണെന്ന് അവകാശപ്പെടുന്നു. പുള്ളി നോക്കട്ടെ, അച്ഛനെങ്ങനെ ഇവിടെ വന്നു? പോലീസ് കസ്റ്റഡി. അപ്പോൾ ചോദിച്ചു വന്നപ്പോൾ ഇദ്ദേഹം എം എ കഴിഞ്ഞിട്ട് പിഷക്കാരുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളെ പറ്റി PhD തീസിസ് എഴുതിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ പിഷക്കാരുടെ കഷ്ടപ്പാട് അറിയാൻ വേണ്ടിയാണ് ഇങ്ങനെ വന്നത്. ഞാൻ പറഞ്ഞു, പൊന്നച്ചോ അടി വാങ്ങിച്ചതിനായിരുന്നല്ലോ. ഓ, എങ്കിലേ പരീക്ഷണം പൂർത്തിയാവത്താറ് സാറേ എന്ന് പറഞ്ഞു അദ്ദേഹം. അപ്പോൾ ഞാൻ പിന്നെ അവിടെ ഇരുന്നിട്ട് പുള്ളിക്ക് പറഞ്ഞു കൊടുത്തു എന്താണ് ഈ പിഷക ഉണ്ടാകുന്ന കാര്യം, എന്താണ് സസ്റ്റിറ്റേഷൻ എന്ന് പറയുന്ന റേറ്റ്. അപ്പോൾ ഫിലോസഫി ഓഫ് പോവർട്ടി എന്ന് സലീപ് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിനെ വിമർശിച്ചുകൊണ്ട് കാർൽ മാർക്സ് ഫിലോസഫി ഓഫ് പോവർട്ടി എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. എന്നിട്ട് ദാരിദ്ര്യം ഇതില്ലാതിരിക്കാൻ എന്ത് ചെയ്യണം, ഓർഗനൈസ്ഡ് ബെഗിങ് എന്ന പരിപാടിയുണ്ട്. അതിൻ്റെ ഇതെന്താണ്, കുറ്റവാളികൾ ഈ സാഹചര്യം കണ്ടുപിടിക്കാൻ വേണ്ടി ഭിക്ഷക്കാരെ ഉപയോഗിക്കും, കുട്ടികളെ മോഷ്ടിച്ചുകൊണ്ട് വരുന്നവരെ കുട്ടികളെ ഉപയോഗിച്ചിട്ട് ബെഗിങ് നടത്തും. ഇതൊക്കെ പറഞ്ഞു കൊടുത്തു. അച്ഛനെ അവിടെ ഇരുത്തിയിട്ട് ഞങ്ങളഞ്ച് പോന്നു. അച്ഛൻ പിന്നെ PhD എടുത്തു. പാലായിലെ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഹെഡായിട്ട് ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട് അച്ഛൻ. അപ്പോൾ നമ്മൾ സാധാരണ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ പോകുന്നെങ്കിൽ അടി പറ്റിക്കുക എന്നുള്ളതേ ഉള്ളൂ. അടി പറ്റിക്കുകയോ അയാളെ അറസ്റ്റ് ചെയ്യുകയോ കൊണ്ട് ലോകവിലിടുകയൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ ആക്ട് ചെയ്ത് അൺകൺവെൻഷണൽ എന്ന് പറയുന്നത് ഇൻഡ്യൂഷൻ കൊണ്ടാണോ? ഇൻഡ്യൂഷൻ അല്ല, അതായത് ഒരു സാധാരണ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്യുന്ന ഒരു കഠിനമായ പ്രവൃത്തി എന്നെ കൊണ്ട് പറ്റിയല്ല. അപ്പോൾ ഒരു വിധത്തിൽ പറഞ്ഞാൽ പോലീസിന് ഞാൻ അൺഫിറ്റാണ്, മനസ്സിലാകുന്നു. അപ്പം ഇങ്ങനെ രീതിയിൽ പെരുമാറും പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഇയാൾ അൺഫിറ്റാണെന്ന് പറയും. ഞാൻ ഈ പുസ്തകത്തിൽ സാർ എനിക്ക് തന്നതേ ഉള്ളൂ, ഞാൻ വെറുതെ ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു 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 ടൈറ്റിൽ, ജപമാല രക്ഷപ്പെടുത്തിയ വെടിവയ്പ്പ്. ഞാനത് സാറ് ഒരു 10 മിനിറ്റ് എനിക്ക് ഫോൺ ചെയ്തൊക്കെ കിട്ടി, ഞാനത് ഓടിച്ചു വായിച്ചു. ഈ കഥയൊന്ന് പറയാമോ, ജപമാല രക്ഷപ്പെടുത്തിയ വെടിവയ്പ്പ്? അതായത് കേരളത്തിൽ ഈ കശുവണ്ടി എന്ന് പറയുന്ന സംഭവം ഏറ്റവും കൂടുതലുള്ളത് കണ്ണൂരാണ്. അപ്പോൾ ഈ കശുവണ്ടി എന്ന് പറഞ്ഞ സാധനം വടക്കേ അമേരിക്കയിൽ നിന്നുള്ള സാധനമാണ്. പോർച്ചുഗീസുകാർ വടക്കേ അമേരിക്കയിൽ ചെന്നപ്പം അവിടുന്ന് 3 സാധനം അവർ ലോകത്തിലേക്ക് കൊണ്ടുവന്നു. ഒന്ന് ടുബാക്കോ, പുകയില എന്ന സാധനം റെഡ് ഇന്ത്യക്കാർക്ക് മാത്രമായിരുന്നു. അവരിങ്ങനെ ഇത് പുകച്ച് രസിക്കും. പോർച്ചുഗീസുകാർ എന്ന് ചോദിച്ചപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഇത് ഞങ്ങൾക്ക് രസം കിട്ടുന്നൊരു സാധനമെന്ന് പറഞ്ഞു. അങ്ങനെ പോർച്ചുഗീസുകാർ അത് എടുത്ത് വലിക്കുകയും അവരത് ഇന്ത്യയിലേക്കും ആഫ്രിക്കയിലേക്കും കൊണ്ടുവരികയും ചെയ്തു. അന്ന് വരെ നമ്മൾ ഈ വെറ്റിലയും ചുണ്ണാമ്പും ഒക്കെ വെച്ച് മുറുക്കിയിരുന്നു. അപ്പോഴാണ് ഈ പുകയിൽ വെച്ച് മുറുക്കാൻ തുടങ്ങിയപ്പോൾ രസം കിട്ടി. പിന്നെ ഈ പോർച്ചുഗീസുകാർ എന്ത് ചെയ്തു, ചുരുട്ടി ബീഡിയും സിഗരറ്റാക്കി. ഇന്ത്യയിൽ വന്നപ്പം അത് ബീഡിയാക്കി ഇവിടെയുള്ള ഇലയ്ക്കകത്ത് കെട്ടിയിട്ട് വലിക്കാൻ തുടങ്ങി. അപ്പോൾ ലോകം ഈ ടുബാക്കോ വരുന്നത് ഉത്തര അമേരിക്കയിൽ നിന്നാണ്. രണ്ടാമത് ചോക്ലേറ്റ്, അവിടുത്തെ പുരോഹിതന്മാർക്കും രാജാക്കന്മാർക്കും മാർക്കും തിന്നാൻ അനുവദിക്കുന്നൊരു സാധനമുണ്ട്. അത് ഈ പോർച്ചുഗീസുകാർ ചോദിച്ചാൽ പറഞ്ഞത് ചോക്ലേറ്റ് എന്ന സാധനമാണ്, തിന്നാൻ ഇച്ചിരി മധുരമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ചോക്ലേറ്റ് അവിടെ നിന്ന് അവരെടുത്തുകൊണ്ട് വന്നിട്ട് ലോകം മുഴുവൻ കൊണ്ടുവന്നു. അവാക്കാഡോ, ചോക്ലേറ്റ് ഇതൊക്കെ അവിടെ നിന്ന് വരുന്നതാണ്. പഠിക്കുന്ന കുട്ടികൾക്ക് ബുദ്ധിശക്തി ഓർമ്മശക്തി കൂടുന്നൊരു സാധനമാണ്. മൂന്നാമത് അവർക്ക് അവിടെ നിന്ന് കിട്ടിയ സാധനമാണ് ഈ കാഷ്യൂനട്ട് എന്നൊരു സാധനം. അവർ കേരളത്തിൽ വന്നവർക്ക് ഈ കുരുമുളകിൻ്റെ രഹസ്യം കണ്ടെത്താം. അപ്പോൾ ഇവിടുന്ന് കുരുമുളക് യൂറോപ്പിലോട്ട് പോകും, അവിടുത്തെ പാചകത്തിനത് സഹായിക്കും. അപ്പോൾ കുരുമുളകിന് തമിഴ് ഭാഷയിൽ പറയുന്ന വാക്കാണ് ഈ കറി എന്ന വാക്ക്, കറി. അപ്പോൾ സംഘകാല കൃതികളിലെ പ്രസിദ്ധമായ പതിറ്റുപ്പത്തിൽ പറയും, കറി ഏന്തി പോയിടും കപ്പലുകൾ പൊന്നേന്തി തിരികെ വരും. ഇവിടുന്ന് കുരുമുളക് അങ്ങോട്ടേക്കും, തിരിച്ച് സ്വർണം തിരിച്ചു വരും.
എൻ്റെ ഏറ്റവും വലിയ പോർട്ടായിരുന്നു കൊടുങ്ങല്ലൂർ, ഓ വലിയ തുറമുഖം. കൊടുവ് എന്ന് പറഞ്ഞാൽ വലിയത് തമിഴിലെ, കളവെന്ന് പറഞ്ഞാൽ തുറമുഖം എന്നർത്ഥം. അപ്പം കൊടും കളം ഊർ, വലിയ തുറമുഖമുള്ള സ്ഥലം. അതിനെ മലയാളത്തിൽ നമ്മൾ വല്യഴി എന്ന് വിളിച്ചു. എന്നാൽ അവിടുത്തെ വല്യഴിക്ക് ഒരു കോപ്പി ചെയ്തിട്ട് കൊച്ചി രാജാക്കന്മാർ ഇവിടെ ഒരു അഴിയുണ്ടാക്കി. അതാണ് ഇളം കളം ഊർ, ചെറിയ തുറമുഖം. അത് മലയാളത്തിലാക്കിയപ്പോൾ കൊച്ചഴി, അത് കൊച്ചി എന്നായി, ഇപ്പോൾ കൊച്ചഴി കൊച്ചിയായി. അപ്പോൾ ശരിക്കുള്ള ഇളക്കല ഊർ നമ്മുടെ കലൂർ സ്റ്റേഡിയമാണ്. കല്ലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയമാണ് അന്നത്തെ കൊച്ചി തുറമുഖം. അപ്പോൾ ഇത് കുരുമുളക് ഇവിടെ നിന്ന് കടത്താൻ പറ്റിയാൽ ഇത്രയും സ്വർണ്ണം ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. അപ്പം ഇതെങ്ങനെ എൻ്റെ രഹസ്യം കണ്ടെത്തും? അപ്പം വാസ്കോ ഡി ഗാമ നേരെ നമ്മുടെ ചിറക്കൽ ചെന്നു. എന്നിട്ട് അയാളുടെ മുമ്പിൽ വെച്ചിട്ട് ഈ കാശിനോട്ട് ചവയ്ക്കാൻ തുടങ്ങി. ചവച്ച് എന്തുവാ? അല്ല, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് രസത്തിന് ചവയ്ക്കുന്നൊരു സാധനമാണോ? ഒരു 4 എണ്ണം എനിക്കറിയാമെന്ന് ചോദിച്ചു. അപ്പോൾ ഈ വാസ്കോ ഡി ഗാമ 4 എണ്ണം ചിറക്കൽ രാജാവുള്ളൂ. ചിറക്കൽ രാജ വാലിട്ട് ചവച്ചപ്പം അപാര രുചി. ചിറക്കൽ രാജ ഇതിൻ്റെ ഒരു 5 വിത്ത് തരാമെന്ന് ചോദിച്ചു.